വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിലെ പുതിയ ഭേദഗതികൾ കേരള രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പം സൃഷ്ടിക്കുകയാണ്. സഭാ മേലധ്യക്ഷന്മാരെയും ക്രൈസ്തവ സഭകളെയും നേരിട്ട് പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ബി നേതാവ് പി ജോർജ് രംഗത്തെത്തിയതോടെ വിഷയം ഒരു രാഷ്ട്രീയ യുദ്ധമായി മാറിയിരിക്കുന്നു. കണക്ക് ചോദിക്കുമ്പോൾ എന്തിനാണ് ബിഷപ്പുമാർ പേടിക്കുന്നത് എന്ന പി ജോർജിന്റെ ചോദ്യം സഭയ്ക്കുള്ളിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും വലിയ പ്രതിഷേധത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. വിദേശത്തു നിന്നും വരുന്ന പണത്തിന് കൃത്യമായ കണക്ക് കാണിക്കണമെന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുന്നവർക്ക് എന്തോ ഒളിക്കാനുണ്ടെന്ന ജനകീയ സംശയം അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കുന്നു. കോൺഗ്രസ് മനോഭാവമുള്ള ചില ബിഷപ്പുമാരാണ് ഇപ്പോൾ പുകമറ സൃഷ്ടിക്കുന്നതെന്നും മാതാ അമൃതാനന്ദമയെ പോലുള്ളവർക്ക് ഇല്ലാത്ത എന്ത് പരാതിയാണ് സഭാധ്യക്ഷന്മാർക്കുള്ളതെന്നും ചോദിക്കുന്നതിലൂടെ സഭയ്ക്കുള്ളിലെ രാഷ്ട്രീയത്തെ തന്നെ അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ്. ദീപിക പത്രത്തിന്റെ മുഖപ്രസംഗം പത്രധർമ്മത്തിന് നിരക്കാത്തതാണെന്ന് ആഞ്ഞടിച്ച ജോർജ് ഇത് ബി ഒരു പ്രതിസന്ധിയില്ലെന്നും തറപ്പിച്ചു പറയുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തെ ഏതു വിധേനയും തടയുമെന്ന പ്രഖ്യാപനവുമായി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ രംഗത്തെത്തിക്കഴിഞ്ഞു. കേക്ക് നൽകി ക്രൈസ്തവരെ വശത്താക്കാൻ ശ്രമിക്കുന്നവർ തന്നെ അവരെ തകർക്കാൻ നോക്കുകയാണെന്ന വേണുഗോപാലിന്റെ പരിഹാസം ബി ക്രൈസ്തവ പ്രീണന രാഷ്ട്രീയത്തിനുള്ള മറുപടിയായാണ് രാഷ്ട്രീയ നിരൂപകർ കാണുന്നത്. പാർലമെന്റിന്റെ ഇരുസഭകളിലും സർവശക്തിയും എടുത്ത് ബില്ലിനെ എതിർക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചും സഭ നിർത്തിവെപ്പിച്ചും ഈ നിയമ ഭേദഗതി തടയാൻ പ്രതിപക്ഷം അരയും തലയും മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു. രാജ്യസഭയിൽ ബില്ല് അവതരിപ്പിക്കാൻ സമയം കുറവാണെന്ന സർക്കാർ വൃത്തങ്ങളുടെ സൂചനകൾ നിലനിൽക്കെ തന്നെ കേരളത്തിലെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ FCRA തർക്കം വലിയ ചർച്ചാ വിഷയമാകുമെന്ന് ഉറപ്പാണ്. നിയമത്തിന്റെ സുതാര്യതയോ അതോ സഭകൾക്ക് നേരെയുള്ള കടന്നുകയറ്റമോ? കേരളം ഉറ്റുനോക്കുകയാണ് ഈ പോരാട്ടം.